ഏവർക്കും ബിവിൻ പി എസ് സിയുടെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസും അവയുടെ ആസ്ഥാനങ്ങളും അതുപോലെ തന്നെ അവരുടെ ഇപ്പോഴുള്ള നേതാക്കളും ആരൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്, ലോക വ്യാപാര സംഘടന. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. അത് രൂപം കൊണ്ടത് 1995 ജനുവരി 1-നാണ്. ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗത്വം നേടുന്നതും 1995 ജനുവരി 1-നാണ്. ആസ്ഥാനം ജനീവ. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രേഡൊക്കെ നടത്തുമ്പോൾ ജെനുവിൻ ആയിരിക്കണം, നമ്മൾ ചെയ്യുന്ന തൊഴിൽ ജെനുവിൻ ആയിരിക്കണം എന്നാലോചിച്ചാൽ മതി. ലോക വ്യാപാര സംഘടന രൂപം കൊണ്ടത് 1995 ജനുവരി 1-ന്, ആസ്ഥാനം ജനീവ. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് നഗോസി ഒക്കോഞ്ചോ ഇവേല. നഗോസി ഒക്കോഞ്ചോ ഇവേല. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ട്രേഡ് അന്വേഷിച്ച് അല്ലെങ്കിൽ തൊഴിൽ അന്വേഷിച്ച് ചില ആൾക്കാരൊക്കെ വരും. ഇങ്ങനെ തലയിൽ കെട്ടിയിട്ടുള്ള ആളൊക്കെയാണ് അല്ലേ. തല കെട്ടുക എന്ന് പറയുമ്പോൾ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഏകദേശ രൂപം എന്ന് പറയുന്നത് തലയിലൊക്കെ തുണി കെട്ടിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലീഡർ എന്ന് പറയുന്നതും ഇതേപോലെ തലയിൽ തുണി കെട്ടിയിട്ടുള്ള ഒരാൾ തന്നെയാണ്. ആളുടെ ഏത് പിക്ചർ എടുത്താലും ആൾക്ക് ഇതേപോലെ ഒരു തൊപ്പിയൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആള് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ തൊഴിലൊക്കെ അന്വേഷിച്ച് ചിലവർ വരും. കൊഞ്ചം വേല തരുമോ, കൊഞ്ചം വേല തരുമോ. ഓക്കെ, അപ്പോൾ നഗോസി കൊഞ്ചോ വേല, ഒക്കൊഞ്ചോ വേല. അപ്പോൾ കൊഞ്ചം വേല ചോദിച്ചിട്ട് തൊഴിലിനായിട്ട് ചില ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരും. ഓക്കെ, അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നഗോസി ഒക്കൊഞ്ചോ വേല, കൊഞ്ചം വേല തരുമെന്ന് വെച്ചിട്ട് തൊഴിൽ ചോദിച്ചിട്ട് ആൾക്കാർ വരും. അല്ലെങ്കിൽ ട്രേഡ്, അതിൻ്റെ ഒരു അർത്ഥമാണ് എന്ത്, വേല എന്നുള്ളത്. അപ്പോൾ ജോലി അന്വേഷിച്ചിട്ട് ആൾക്കാർ വരികയാണ്, കൊഞ്ചം വേല തരൂ. ഓക്കെ, അപ്പോൾ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ലീഡർ എന്ന് പറയുന്നത് ഒക്കൊഞ്ചോ ഇവേല, നഗോസി ഒക്കൊഞ്ചോ ഇവേല. ഇനി അടുത്തത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോക ആരോഗ്യ സംഘടന. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നതും ജനീവ തന്നെയാണ്. സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹെൽത്ത്, ജനിക്കുമ്പോൾ തന്നെ ഹെൽത്ത് നന്നായിരിക്കണം എന്നാലോചിച്ചാൽ മതി. ആരോഗ്യം എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ തന്നെ നല്ലതായിരിക്കണം. അപ്പോൾ ജനിക്കുമ്പോൾ നമ്മൾ പറയും നല്ല ആരോഗ്യം ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ജനീവ. മറ്റേത് ട്രേഡ് ആണെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ട്രേഡ്. ഹെൽത്ത് എന്ന് പറയുമ്പോൾ ജനിക്കുമ്പോൾ തന്നെ നല്ല ആരോഗ്യം വേണം. ഓക്കെ, ഇനി ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ടെഡ്രോസ് അദാനം. അപ്പോൾ ഈ ആരോഗ്യം എന്ന് പറയുന്നത് അദാനം, ഒരു ധനാണെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ആരോഗ്യം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു ധനാണ് എന്ന് ആലോചിച്ചാൽ മതി. ഹെൽത്ത് വെൽത്താന്ന് ആലോചിക്കില്ലേ. അപ്പോൾ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ധനമാണ്. ഓക്കെ, വെൽത്താണ്, അങ്ങനെ ആലോചിക്കാം. ഇനി ഇതിൻ്റെ ചീഫ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് സർ ജെർമി ഫെററാണ്. ഇത് രൂപം കൊണ്ടത് 1948 ഏപ്രിൽ 7-ആണ്. അപ്പം നമുക്കറിയാം ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനമാണ്. അടുത്തത് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, ഒപെക്. ഒപെക് രൂപം കൊണ്ടത് 1960 സെപ്റ്റംബർ 14-നാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വിയന്ന, ഓസ്ട്രിയയിലെ വിയന്നയാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ ഒപെക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, വിയന്നയാണ്. ഓക്കെ, അതിൻ്റെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ഐത്തം അൽ ഗൈസ് ആണ്. ഐത്തം അൽ ഗൈസ്. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊരു പെട്രോൾ പമ്പിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ ഗ്യാസ് അടിക്കുന്ന വണ്ടികളുണ്ടായിരിക്കും, പെട്രോൾ അടിക്കുന്ന വണ്ടികളുണ്ടായിരിക്കും. അപ്പോൾ പെട്രോൾ അടിക്കുന്ന വണ്ടികൾ വേറൊരു ഭാഗത്തും ഗ്യാസ് അടിക്കുന്ന വണ്ടികൾ വേറൊരു ഭാഗത്തും നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, പെട്രോൾ അടിക്കുന്ന വണ്ടികൾക്ക് ഗ്യാസ് അടിക്കുന്ന വണ്ടിയോട് ഒരു ഐത്താന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പെട്രോൾ അടിക്കുന്ന വണ്ടികൾക്ക് ഐത്തം അൽ ഗൈസ് അങ്ങനെ ആലോചിക്കുക. ഗ്യാസ് അടിക്കുന്ന വണ്ടികളോട് ഒരു ഐത്താണ്, അവർ മാറിയിട്ടാണ് നിൽക്കുക, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഒപെക്കിൻ്റെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ഐത്തം അൽ ഗൈസ് ആണ്. പെട്രോൾ അടിക്കുന്ന വണ്ടികൾക്ക് ഐത്താണ്, ആരോട്, ഗ്യാസ് അടിക്കുന്ന വണ്ടിയോട്, ഐത്തം അൽ ഗൈസ്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒപെക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വിയന്നയാണ്, ഓസ്ട്രിയയിലെ വിയന്നയാണ് ഒപെക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്, ആസ്ഥാനം. ഇനി അടുത്തത് യുനെസ്കോ ആണ്. യുനെസ്കോൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പാരീസ് ആണ്. 1945 നവംബർ 16-നാണ് യുനെസ്കോ രൂപം കൊണ്ടത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പാരീസ് ആണ്. അപ്പോൾ നമ്മളിവിടെ അതിൻ്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ഓഡ്രി അസൂലെ. ഓക്കെ, അപ്പോൾ നമ്മൾ
ഇത് പഠിക്കാനായിട്ടുള്ള കോഡ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓടടി അശൂലേ. ഇപ്പൊ ശൂലം കൊണ്ട് ഇങ്ങനെ എറിയാൻ നിൽക്കുക, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓടും അല്ലെ. അശൂലേ, ശൂലം കൊണ്ട് എറിയുമ്പോൾ നമ്മൾ ഓടും. എന്തിനാ ഓടുന്നത്? ശൂലത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ശൂലം കൊണ്ട് എറിയുമ്പോൾ നമ്മൾ ഓടി എസ്കേപ്പ് ആവും. ഓടി എസ്കേപ്പ് ആവും. അശൂലേ. അപ്പോൾ എസ്കേപ്പ് എന്ന് പറയുമ്പോൾ എസ്കോ, യുനെസ്കോ. അപ്പോൾ ശൂലം കൊണ്ട് എറിയുമ്പോൾ നമ്മൾ ഓടി എസ്കേപ്പ് ആവും എന്ന് ആലോചിക്കുക. അപ്പോൾ ഓഡ്രി അസൂലേ. കിട്ടിയില്ലേ? അപ്പോൾ യുനെസ്കോന്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ഓഡ്രി അസൂലേ. ശൂലം കൊണ്ട് എറിഞ്ഞാൽ നമ്മൾ ഓടി എസ്കേപ്പ് ആവും. കിട്ടിയെന്ന് വിചാരിക്കുന്നു. യുനെസ്കോന്റെ ആസ്ഥാനം വരുന്നത് പാരീസ് ആണ്. രൂപം കൊണ്ടത് 1945 നവംബർ 16-നാണ്. ഡയറക്ടർ ജനറൽ ഓഡ്രി അസൂലേ. ഇനി അടുത്തത് ആസിയാൻ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ്. അതാണ് ആസിയാന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ആസിയാൻ രൂപം കൊണ്ടത് 1967 ഓഗസ്റ്റ് 8-നാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ജക്കാർത്ത, ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ലീഡർ എന്ന് പറയുന്നത് കാവോ കിം ഹോൺ. കാവോ കിം ഹോൺ. ആസിയാന്റെ ലീഡർ എന്ന് പറയുന്നത് കാവോ കിം ഹോൺ. അപ്പം ഇത് പഠിക്കാൻ വേണ്ടി ആസിയാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആശാൻ എന്ന് എടുക്കാം. അപ്പോൾ ആശാൻ കാവിൽ കയറി കീ എന്ന് പറഞ്ഞിട്ട് ഹോൺ അടിക്കുകയാണ്. ആശാൻ കാവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അമ്പലങ്ങളിലൊക്കെ കാവ് ഉണ്ടായിരിക്കും ഇല്ലേ. അപ്പോൾ കാവിൽ കയറിയിട്ട് കീ എന്ന് പറഞ്ഞിട്ട് ഹോൺ അടിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഹോൺ അടിച്ചപ്പോൾ ജക്കാർത്ത, ചക്ക വീണു എന്ന് അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ആശാൻ കാവിൽ കയറി കീ എന്ന് പറഞ്ഞിട്ട് ഹോൺ അടിച്ചപ്പോൾ ജക്കാർത്ത, ചക്ക വീണു എന്ന് ആലോചിക്കാം. അപ്പോൾ ആസിയാന്റെ കാവോ കീ ഹോൺ. അപ്പോൾ ആശാൻ കാവിൽ കയറി കീ എന്ന് പറഞ്ഞിട്ട് ഹോൺ അടിച്ചപ്പോൾ ജക്കാർത്ത, ചക്ക വീണു എന്ന് ആലോചിക്കാം. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആസിയാന്റെ കാവോ കീ ഹോൺ. രൂപം കൊണ്ടത് 1967 ഓഗസ്റ്റ് 8-നാണ്. ഇനി അടുത്തത് ഫിഫ. ഫിഫ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെഡറേഷൻ ഇന്റർനാഷണൽ ഡി ഫുട്ബോൾ അസോസിയേഷൻ ആണ് ഫിഫ. അത് രൂപം കൊണ്ടത് 1904 മെയ് 27-നാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സൂറിച്ചാണ്. ഇപ്പോൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് ഫുട്ബോൾ കളിക്കാരെന്ന് ആലോചിച്ചാൽ മതി. അതിൻ്റെ ലീഡർ എന്ന് പറയുന്നത് ഗിയനി ഇൻഫെൻറ്റിനോ. ഗിയനി ഇൻഫെൻറ്റിനോ. അപ്പോൾ ഇൻഫെൻറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഫുട്ബോൾ കളിക്കുക, അങ്ങനെ ആലോചിച്ചാൽ മതി. ഇൻഫെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഫുട്ബോൾ കളിക്കുക. അപ്പോൾ ഫിഫയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് സൂറിച്ച്. റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് ഫുട്ബോൾ കളിക്കുക എന്ന് ആലോചിക്കുക. അതിൻ്റെ ലീഡർ ഗിയാനി ഇൻഫെൻറ്റിനോ. റിച്ച് ആയിട്ടുള്ളതും ഇൻഫെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഫുട്ബോൾ കളിക്കുക എന്ന് ആലോചിച്ചാൽ മതി. ഗിയനി ഇൻഫെൻറ്റിനോ. ഫുട്ബോൾ കളിക്കുന്നവർ ഇൻഫെൻറ്റും ആയിരിക്കണം, റിച്ചും ആയിരിക്കണം. റിച്ച് എന്ന് പറയുമ്പോൾ സൂറിച്ച്, ഇൻഫെൻ്റ് എന്ന് പറയുമ്പോൾ ഗിയനി ഇൻഫെൻറ്റിനോ. അടുത്തത് ICC ചെയർമാൻ, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ ആരാണെന്നാണ്. അത് ഗ്രെഗ് ബാർക്ലേ. ഗ്രെഗ് ബാർക്ലേ എന്ന് പറഞ്ഞ ആളാണ് ICC ചെയർമാൻ. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ ആരാണ്? ഗ്രെഗ് ബാർക്ലേ. അപ്പോൾ നമ്മളിത് പഠിക്കാൻ വേണ്ടി ICC എന്ന് പറയുമ്പോൾ ഐസ്ക്രീം ബാർ എന്ന് എടുക്കുക. ക്രീം എന്നുള്ളതിനെ ഗ്രേ എന്നാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ ഐസ് ഗ്രേ ബാർ. അപ്പോൾ ICC ചെയർമാൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്രേ ബാർ, ഐസ്ക്രീം ബാർ, അങ്ങനെ ആലോചിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ICC ചെയർമാൻ എന്ന് പറയുന്നത് ഗ്രേ ബാർക്ലേ. ക്രീം ബാർക്ലേ എന്ന് ആലോചിച്ചാലും മതി. അടുത്തത് യുണൈറ്റഡ് നാഷൻ എൻവിറോൺമെൻറ്റ് പ്രോഗ്രാം, UNEP. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നെയ്റോബിയാണ്, കെനിയയിലെ നെയ്റോബിയാണ്. അപ്പോൾ അത് ആലോചിക്കാൻ വേണ്ടി ഇപ്പോൾ എൻവിറോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ പരിസ്ഥിതിയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ എൻവിറോൺമെൻറ്റിൽ നാശാവാതിരിക്കുന്ന ഒരു സംഭവമാണ് നെയ്യ് അല്ലേ. ഇപ്പോൾ നെയ്യ് ക്യാനിലാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും ഇരിക്കും, ആലോചിച്ചാൽ മതി. ഇപ്പോൾ എൻവിറോൺമെൻറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എൻവിറോൺമെൻറ്റിൽ നാശാവാതിരിക്കുന്ന രണ്ട് സംഭവങ്ങളാണ് ഈ പറഞ്ഞ നെയ്യ്, തേൻ, അതൊക്കെ. അപ്പോൾ നെയ്യ് കേടാവില്ല. നെയ്റോബി, കെനിയ, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ നെയ്യ് ക്യാനിലാക്കി വെച്ച് കഴിഞ്ഞാൽ കേടാവില്ല. ഇനി അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്നത് ഇംഗെ ആൻഡേഴ്സൺ ആണ്. ഇംഗെ ആൻഡേഴ്സൺ. എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്നത് ഇംഗെ ആൻഡേഴ്സൺ. അപ്പോൾ UNEPയുടെ ലീഡർ എന്ന് പറയുന്നത് ഇംഗെ ആൻഡേഴ്സൺ. ഇപ്പോൾ പരിസ്ഥിതി അല്ല, എൻവിയോൺമെൻറ്റ് അല്ലെങ്കിൽ പരിസ്ഥിതി. ഈ പരിസ്ഥിതി എന്ന് പറയുന്നത് അണ്ടർ സൺ ആണ്, അതായത് സൂര്യന് താഴെയാണ്. അണ്ടർ സൺ എന്ന് പറയുമ്പോൾ സൂര്യന് താഴെയാണ്. പരിസ്ഥിതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻവിയോൺമെൻറ്റ് എന്ന് പറയുന്നത് അണ്ടർ സൺ ആണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവിടെ, എൻവിറോൺമെൻറ്റ് അണ്ടർ സൺ ആണ്. ആൻഡർസൺ ആണ്. പരിസ്ഥിതി എന്ന് പറയുന്നത് സൂര്യന് താഴെയാണ്, അണ്ടർ സൺ. ഓക്കെ, അപ്പം അങ്ങനെ പഠിക്കാം.
അപ്പോൾ UNEP എന്ന് പറയുമ്പോൾ അതിൽ എൻവിയോൺമെൻറ്റ് പരിസ്ഥിതി അല്ലേ, പരിസ്ഥിതി ഇங்கே ഇവിടെ അണ്ടർ സണ്ണാണ്, സൂര്യന് താഴെയാണ്. അപ്പോൾ ഇവിടെ പരിസ്ഥിതിയിൽ നാശാവാതെ കേടാവാതിരിക്കുന്ന സാധനം എന്താ, നെയ്റോബി. അപ്പോൾ ഇത് രണ്ടും കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ് വേൾഡ് എൻവിറോൺമെൻറ്റ് ഡേ എന്ന് പറയുന്നത് ജൂൺ 5. ഓക്കെ, അപ്പോൾ UNEPയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് നെയ്റോബി. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇംഗേർ ആൻഡേഴ്സൺ. അടുത്തത് ആംനസ്റ്റി ഇൻ്റർനാഷണൽ രൂപം കൊള്ളുന്നത് 1961 ജൂലൈ 22 ലണ്ടനാണ് ഇതിൻ്റെ ആസ്ഥാനം. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ലണ്ടനാണ്. അതിൻ്റെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് അഗ്നസ് കാലമാഡ്. ഓക്കെ, അപ്പോൾ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് അഗ്നസ് കാലമാഡ്. അപ്പോൾ നമുക്കറിയാം ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതുപോലെ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരു സംഘടന കൂടിയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത്. ഈ മനുഷ്യാവകാശങ്ങൾക്ക് എതിരെ നിൽക്കുന്ന കാലമാടന്മാരെ, അങ്ങനെയുള്ള കാലമാടന്മാരെ ഒതുക്കുന്ന സംഘടനയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്ന് ആലോചിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാലമാടന്മാരെ, അഗ്നസ് കാലമാഡ് ഒതുക്കുന്ന സംഘടനയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ. അപ്പോൾ മനുഷ്യാവകാശത്തിനെതിരെ നിൽക്കുന്ന കാലമാടന്മാരെ, അങ്ങനെയുള്ള കാലമാടന്മാരെ ഒതുക്കുന്ന സംഘടന ആംനസ്റ്റി ഇൻ്റർനാഷണൽ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, നാറ്റോ. നാറ്റോൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ബ്രസൽസ് ആണ്, ബെൽജിയം. ഓക്കെ, അപ്പോൾ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോ, അതിൻ്റെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ജെൻ സ്റ്റോൾട്ടൻബെർഗ്. അപ്പോൾ അതെങ്ങനെയാണ് പഠിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാറ്റോ സെക്രട്ടറി ജനറൽ ജെൻ സ്റ്റോൾട്ടൻബെർഗ്. അപ്പോൾ ഈ സ്റ്റോക്ക് വന്ന ബർഗറൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ ജെംസ് വരും. അപ്പോൾ സ്റ്റോക്കായിട്ടുള്ള ബർഗറിലൊക്കെ കുറച്ച് സമയം കഴിഞ്ഞാൽ ജെംസ് വന്നു കഴിഞ്ഞാൽ, അതായത് നാശമായി കഴിഞ്ഞാൽ അതിനൊരു നാറ്റം വരും എന്നാലേക്ക്. അപ്പോൾ സ്റ്റോക്കായിട്ടുള്ള ബർഗറിലൊക്കെ ജെംസ് വന്നു കഴിഞ്ഞാൽ ഒരു നാറ്റം വരും എന്നാലോചിക്കുക. നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അതിൻ്റെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് ജെംസ് സ്റ്റോക്ക്ബർഗ്. ഓക്കെ, അപ്പോൾ ഇതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്തത് എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനാണ്. FAO. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് റോമാണ്, ഇറ്റലി. അപ്പോൾ ഫുഡ് എന്ന് പറയുമ്പോൾ ഇറ്റലി ഒരു ഫുഡാണ്. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ റൂമിലിരുന്ന് കഴിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് അങ്ങനെ കിട്ടും, റോം, ഇറ്റലി. ഇനി ഇതിൻ്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ആണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇങ്ങനെ ക്യൂ നിൽക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കുറേ നേരം ക്യൂ ഇങ്ങനെ നിൽക്കും, ഡോങ്കികളെ പോലെ ക്യൂ നിൽക്കാറുണ്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ചില സമയത്തൊക്കെ. അപ്പം അങ്ങനെ ആലോചിക്കുക. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് അതായത് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ക്യൂ നിൽക്കാറുണ്ട്, കഴുതകളെ പോലെ ക്യൂ നിൽക്കാറുണ്ട്, അങ്ങനെ ആലോചിക്കുക കേട്ടോ. അടുത്തത് യുണൈറ്റഡ് നാഷൻ ചിൽഡ്രൻ എമർജൻസി ഫണ്ട്, യൂണിസെഫ് രൂപം കൊണ്ടത് 1946 ഡിസംബർ 11 ന്യൂയോർക്കാണ് ഇതിൻ്റെ ആസ്ഥാനം വരുന്നത്. ഇതിൻ്റെ ഹെഡ് കാതറിൻ മേരി റസ്സലാണ് ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആലോചിക്കാൻ വേണ്ടി, ഇപ്പോൾ യൂണിസെഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിൽഡ്രൻ എമർജൻസി ഫണ്ടാണ് അല്ലേ, കുട്ടികൾക്ക് എമർജൻസി ഫണ്ട് രൂപീകരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ കിട്ടും ഗാദറിൻ എന്ന് പറയുമ്പോൾ ഗാദർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ശേഖരിക്കുക. റസ്സൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരക്ക് പിടിച്ചിട്ട് ശേഖരിക്കുകയാണ്. അപ്പോൾ എമർജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, തിരക്ക് പിടിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ തിരക്ക് പിടിച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് ശേഖരിക്കുക. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ റസ്സൽ എന്ന് പറഞ്ഞാൽ തിരക്ക് പിടിച്ചിട്ട് അല്ലേ, ഗേദർ എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക. അപ്പോൾ തിരക്ക് പിടിച്ചിട്ട് എമർജൻസി ഫണ്ട് ശേഖരിക്കുക, അങ്ങനെ ആലോചിച്ചാൽ മതി. കുട്ടികൾക്ക് തിരക്ക് പിടിച്ചിട്ട് എമർജൻസി ഫണ്ട് ശേഖരിക്കുക, റഷ്. അപ്പോൾ കാതറിൻ റസ്സലാണ് യൂണിസെഫിൻ്റെ ലീഡർ എന്ന് പറയുന്നത്. അടുത്തത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനാണ്. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും ജനീവ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേഡ് ജെനുവിനായിരിക്കണം എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ തൊഴിലാളികൾ ജെനുവിനായിരിക്കണം, അങ്ങനെ ആലോചിക്കുക. അപ്പോൾ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും എവിടെ തന്നെയാണ്, ജനീവ തന്നെയാണ്. അതിൻ്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ഗിൽബർട്ട് ഹോങ്പോ. ഓക്കെ, അപ്പോൾ ലേബേഴ്സ്, അതായത് തൊഴിലാളികൾ പോകുമ്പോൾ അവർക്ക് ബില്ല് കൊടുക്കുന്ന അല്ലെങ്കിൽ ബില്ല്. അപ്പോൾ പോകുമ്പോൾ ഹോങ്പോ.
അപ്പോൾ തൊഴിലാളികൾ പോകുമ്പോൾ ബില്ല് കൊടുക്കും. ഗിൽബർട്ട് ഹോങ്പോ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ജനീവയാണ്. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ഗിൽബർട്ട് ഹോങ്പോ. തൊഴിലാളികൾക്ക് ബില്ല് പോകുമ്പോൾ കൊടുക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി അടുത്തത് വേൾഡ് ബാങ്കാണ്. വേൾഡ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വാഷിങ്ടൺ DC ആണ്, അമേരിക്കയിൽ. അപ്പോൾ നമുക്കറിയാം വേൾഡ് ബാങ്കിൻ്റെ ആയാലും IMFൻ്റെ ആയാലും ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വാഷിങ്ടൺ DC ആണ്. അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അജയ് ബംഗയാണ്. വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ബാങ്കാണ്, ലോക ബാങ്കാണ് അല്ലേ. അപ്പോൾ ഏറ്റവും ടോപ്പിലെന്ന് പറഞ്ഞാൽ അജയ്യരായിരിക്കും. അപ്പോൾ ബംഗ എന്ന് പറഞ്ഞാൽ ബാങ്ക്, വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ അജയ്യരായിട്ടുള്ള ബാങ്കാന്ന് ആലോചിക്കാം. അജയ് ബംഗയാണ് അതിൻ്റെ പ്രസിഡന്റ്. അത് നിലവിൽ വന്നത് 1945 ഡിസംബർ 27-നാണ് നിലവിൽ വന്നത്. ഇനി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര നാണ്യനിധി, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും എവിടെ തന്നെയാണ്? വാഷിങ്ടൺ DC തന്നെയാണ്, അമേരിക്കയിൽ. അതിൻ്റെ MD എന്ന് പറയുന്നത് ക്രിസ്റ്റീന ജോർജീവിയാണ്. ക്രിസ്റ്റീന ജോർജീവിയ. അപ്പോൾ ഈ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര നാണ്യനിധി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മോണിറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പണവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ ക്രിസ്റ്റലിനൊക്കെ നല്ല പണമാണ് അല്ലെങ്കിൽ നല്ല വിലയാണെന്ന് ആലോചിച്ചാൽ മതി. ക്രിസ്റ്റലീന ജോർജീവിയ, ക്രിസ്റ്റലിനൊക്കെ നല്ല വിലയാണെന്ന് ആലോചിച്ചാൽ മതി. IMFൻ്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഗീതാ ഗോപിനാഥാണ്. അപ്പോൾ IMFൻ്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ഗീതാ ഗോപിനാഥാണ്. അപ്പോൾ MD എന്ന് പറയുന്നത് ക്രിസ്റ്റലീന ജോർജീവിയും ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ഗീതാ ഗോപിനാഥുമാണ്. അപ്പോൾ IMF കിട്ടിയെന്ന് വിചാരിക്കുന്നു. അന്താരാഷ്ട്ര നാണ്യനിധി ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് വാഷിങ്ടൺ DC-യിലാണ്. MD ക്രിസ്റ്റീലിനിയ ജോർജിനിയ, അതുപോലെ തന്നെ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ഗീതാ ഗോപിനാഥ്. അടുത്തത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മനിലയാണ്. അപ്പോൾ മനിലയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മസത് സുഗു അസക്കാവ, ജപ്പാൻകാരനാണ് മസത് സുഗു അസക്കാവ. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ADBയിൽ ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ മാസത്തിൽ സുഖാണ്, മാസത്തിൽ പലിശ കിട്ടാനും സുഖാണ്. മസത് സുഗു അസക്കാവ, ആശയ്ക്ക് വഴിയുണ്ട്, അശക്കാവ. ഓക്കെ, അപ്പോൾ മാസത്തിൽ സുഖമായിരിക്കും, ആശയ്ക്ക് വഴിയുണ്ട്. അപ്പോൾ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മസത് സുഗു അസക്കാവ. വൈസ് പ്രസിഡന്റ് അശോക് ലാവാസ. അത് ക്യാഷ് നമ്മൾ ബാങ്കിലിടാണ്ട് ലാവിഷാക്കി ചിലവാക്കി കഴിഞ്ഞാൽ വയസ്സാം കാലത്ത് ശോകമായിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, വൈസ് പ്രസിഡന്റ് അശോക് ലാവാസ. ഇനി അടുത്തത് യുണൈറ്റഡ് നാഷൻസ് ആണ്. അതെല്ലാവർക്കും അറിയാം. യുണൈറ്റഡ് നാഷൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂയോർക്ക് ആയിരിക്കും. സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് അന്റോണിയോ ഗുട്രസ് ആണ്, പോർച്ചുഗീസുകാരനാണ്. അപ്പോൾ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂയോർക്കാണ്. സെക്രട്ടറി ഓഫ് ജനറൽ എന്ന് പറയുന്നത് അന്റോണിയോ ഗുട്രസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇന്റർപോൾ ആണ്. ഇന്റർപോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ടായിട്ട് നമുക്ക് പറയാം ഇന്റർനാഷണൽ ക്രൈം പോലീസ് ഓർഗനൈസേഷൻ. ഇന്റർനാഷണൽ ക്രൈം പോലീസ് ഓർഗനൈസേഷനെയാണ് നമ്മൾ ഇന്റർപോൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ലിയോൺ ആണ്. ഫ്രാൻസിലെ ലിയോൺ ആണ് അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രസിഡന്റ് അഹമ്മദ് നാസർ അൽ റൈസി ആണ്. അതിൻ്റെ പ്രസിഡന്റ് അഹമ്മദ് നാസർ അൽ റൈസി. അപ്പോൾ ഈ അഹമ്മദിക്ക് കാണിക്കുന്നവരാണല്ലോ ക്രൈം കേസിന് പിടിക്കുന്നത്. അപ്പോൾ അഹമ്മദി കാണിക്കുന്നവരെ റൈസിലൂടെയാണ് പോലീസുകാർ പിടിക്കാമെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്റർപോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷനാണ്. അപ്പോൾ അവർ അഹമ്മദി കാണിക്കുന്നവരെ റൈസിലൂടെ പിടികൂടും, അങ്ങനെ ആലോചിച്ചാൽ മതി. പ്രസിഡന്റ് അഹമ്മദ് നാസർ അൽ റൈസി. നമുക്ക് പോവാം. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ കൊഞ്ചം വേല വേണമെന്ന് പറയാം. അടുത്തത് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഹെൽത്ത് ധനമാണെന്ന് പറയാം. അതുപോലെ യുണൈറ്റഡ് നാഷൻ എല്ലാവർക്കും അറിയാം, അന്റോണിയോ ഗുട്രസ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, മോണിറ്ററി മണിയുമായി ബന്ധപ്പെട്ട് ക്രിസ്റ്റലിന് നല്ല വിലയാണെന്ന് ആലോചിക്കുക. പിന്നെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ്, മാസത്തിൽ സുഖമായിരിക്കും, ആശയ്ക്ക് വകയുണ്ട്. വേൾഡ് ബാങ്ക്, അജയനായിട്ടുള്ള ബാങ്കാണ് വേൾഡ് ബാങ്ക്, അജയ് ബങ്ക, അങ്ങനെ ആലോചിക്കാം. ലേബേഴ്സിന് ബില്ല് കിട്ടും, ബില്ല് പോകുമ്പോൾ ബില്ല് വാങ്ങാം. യൂണിസെഫിന് എമർജൻസി ആയിട്ട് ഫണ്ട് ഗ്യാദർ എന്ന് വെച്ചാൽ ക്യാതറിൻ, റസൽ എന്ന് വെച്ചാൽ റഷ്, തിരക്കില്ലേ. അപ്പോൾ ക്യാതറിൻ റഷലാണ് യൂണിസെഫിൻ്റെ ഹെഡ്. പിന്നെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ ക്യൂ നിൽക്കുക, ഡോങ്കിനെ പോലെ.
അടുത്ത നാറ്റോ. സ്റ്റോക്കായിട്ടുള്ള ബർഗറിൽ ജെംസ് വന്നു കഴിഞ്ഞാൽ നാറ്റം വരും എന്ന് ആലോചിക്കുക. അപ്പോൾ നാറ്റോൻ്റെ ജെംസ് സ്റ്റോക്കൻബർഗാണ് ഹെഡ് ലീഡറായിട്ട് വരുന്നത്. മനുഷ്യാവകാശത്തിനെതിരെ നിൽക്കുന്ന അങ്ങനെയുള്ള കാലമാടന്മാരെ ഒതുക്കാൻ അംനസ്റ്റി ഇന്റർനാഷണൽ എന്നാലോചിക്കുക. UNEP എന്ന് പറഞ്ഞാൽ എൻവിറോൺമെന്റ് അണ്ടർ ദ സൺ ആണ്. അതായത് ആൻഡേഴ്സൺ സൂര്യനടിയിലാണ് എൻവിറോൺമെന്റ്. ഇവിടെ അങ്ങനെ ആലോചിക്കുക. നെയ്റോബി കെനിയ ഹെഡ്ക്വാർട്ടേഴ്സ്. ICC ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഗ്രേ ബാർക്ലേ. ഐസ്ക്രീം ബാർ എന്നാലോചിച്ചാൽ മതി. അടുത്തത് ഫിഫ. ഫുട്ബോൾ കളിക്കാൻ ഇൻഫന്റ് ആയിരിക്കണം, റിച്ച് ആയിരിക്കണം. ആശാൻ കാവോങ്കി ഹോൺ. കാവിൽ പോയിട്ട് കീ എന്നിട്ട് ഹോൺ അടിച്ചപ്പോൾ ജക്കാർത്ത ചക്ക വീണു എന്ന് ആലോചിക്കുക. പസിയാൻ്റെ കാവോക്കി ഹോണാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ജക്കാർത്ത. ഇനി അടുത്തത് യുനെസ്കോ. ഓഡ്രി അസൂലെ. ഷൂലെ എറിയുമ്പോൾ ഓടി എസ്കേപ്പ് ചെയ്യാന്ന് ആലോചിക്കുക. ഓഡ്രി അസൂലെ യുനെസ്കോ. ഒപെക് പെട്രോളിയംകാർക്ക് ഗ്യാസ് ഐത്തം ആണെന്ന് ആലോചിക്കുക. ഓക്കെ, ഒപ്പക്കിൻ്റെ സെക്രട്ടറി ജനറൽ എന്ന് പറഞ്ഞാൽ ഹൈത്തം അൽ ഖൈസ് ആണ്. ഗ്യാസിൻ്റെ വണ്ടികൾ കാണുമ്പോൾ പെട്രോളിയം വണ്ടികൾക്ക് ഹൈത്തമാണെന്ന് ആലോചിച്ചാൽ മതി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്റർപോൾ ആണ്. ഇന്റർനാഷണൽ ക്രൈം പോലീസ് ഓർഗനൈസേഷൻ ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് ലിയോൺ ആണ്. അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അഹമ്മദ് നാസർ അൽ റൈസി. നമ്മൾ പറഞ്ഞത് അഹമ്മദിയുള്ളവരെ റൈസിലൂടെ പോലീസ് കീഴടക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. എല്ലാവർക്കും കോഡൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്